ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോണത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അത് സാധാരണ, അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ചിക്കൻ കറി. അതിന് വേണ്ടുന്ന ചിക്കനാണ് ഞാനിത്. പിന്നെ ഇനിയും വേണ്ടുന്നത് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായത്, പച്ചമുളക്. പിന്നെ ഇത് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് മസാലയ്ക്കായിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കൂടാതെ കുറച്ച് പെരുംജീരകം. നമ്മൾ ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ചു, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അടുത്തത് പെരുംജീരകം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പെരുംജീരകം ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യുന്നത് പച്ചമുളക്, കരിവേപ്പില, ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടേണ്ടത്. അതിലേക്ക് നമ്മൾ അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ശകലം കൂടുതലിട്ടേക്കും, വേറെ ഒന്നും കൊണ്ടല്ല, ചിക്കനല്ലേ, കാരണം വൈകിട്ട് അസുഖം മരുന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു കൂടുതലായിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. ഗ്യാസൊന്നും വരികയല്ല. പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആവുന്നിടം വരെ നമ്മളൊന്ന് അനക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ അതും അങ്ങ് തീരും. ഏകദേശം ഒരു 1.5 സ്പൂൺ ഉപ്പ് വേണ്ടി വരും. ഞാൻ എല്ലാത്തിനും കൈകൊണ്ടിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അളവൊന്നും അറിയത്തില്ലായിരിക്കാം. എന്നാലും അത്ര കുക്കിംഗ് അറിയാൻ വയ്യാത്തവരൊന്നും അല്ലല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാമല്ലോ ഉപ്പ് എത്ര വേണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടു. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും കൊടുത്ത് കൊടുക്കണം. പിന്നെ വേണം നമ്മൾ മസാലകൾ ചേർക്കാൻ. ഏകദേശം ഒരു ചുവപ്പ് നിറം, ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അടച്ച് വെക്കുക. ചിക്കൻ വേവുന്നിടം വരെ അതിനെ വേവാൻ അനുവദിക്കുക. ബസ് പിന്നെ അത് നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ഇടാം. ഇത് രണ്ടും നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാം. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാ മസാലയും ഓരോന്നോരോന്നായിട്ട് ഞാൻ അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറകാലെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം അങ്ങിട്ട് ഒന്നിച്ചങ്ങ് ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ ഫ്രൈ ചെയ്യുക. അതായത് ചീനിച്ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ പരിവം. അതായത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് തന്നെ വിട്ട് കിട്ടണം. അത് മതി. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ. നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് നേരെയാക്കി വെച്ചിട്ട് അടച്ച് വെക്കുക. കുറച്ച് ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ചിക്കൻ വേവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിലല്ലല്ലോ, വെറുതെ വേവിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഗ്രേവി വേണമെന്നവർക്ക് ഗ്രേവി ഇടാം. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ തയ്യാറായ ചിക്കൻ കറി.